നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ, കഴിഞ്ഞ ബുധനാഴ്ച ED പിണറായി വിജയന്റെ വസതി അടക്കം ഏകദേശം 12 ഇടത്ത് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ പോലെ അവരവരുടെ വന്നു ജോലി ചെയ്തു പോകേണ്ടതാണ്, അതാണ് സാധാരണ നടക്കാറ്. പക്ഷേ ഇവിടെ സംഭവിച്ചതൊക്കെ എന്താണെന്ന് മലയാളികൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വീണയുടെ കേസ് മാത്രമല്ല, ഇപ്പോൾ PDയെ സംബന്ധിച്ച് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു അക്രമം അത് ശക്തമായി തന്നെ അതിനെതിരെ നടപടി എടുക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയൊക്കെ തന്നെ കേസ് ചുമത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇനി ജയിലിടിഞ്ഞാലും പുറത്തു വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും കേസന്വേഷണം, വീണയുടെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പോകുമ്പോൾ ഇനി അതിലോട്ട് കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുമോ? ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ വലിയ അതൊരു വേട്ടയാടലാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രചാരണമാണല്ലോ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവരെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വെറുതെ ഒരു ഇമെയിലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഉമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അവർ ഒരു റെയ്ഡിന് എത്തുന്നതൊക്കെ തന്നെ. കൃത്യമായിട്ട് തെളിവുകളും സാഹചര്യ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ അവരിവിടെ എത്തുന്നത് അന്വേഷണത്തിനായിട്ട്. പക്ഷെ അവരെ ഈ ഒരു ആക്രമിക്കുന്ന രീതി അതൊരു കലാപമാക്കി, ഒരു കലാപഭൂമിയാക്കി കേരളത്തെ ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്തായിരിക്കും? അതായത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ED ആയാലും CBI ആയാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന NIA ആയാലും. ആ സ്ഥാപനങ്ങളൊക്കെ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ സമ്മതിക്കുകയല്ല ഈ രാജ്യത്തെ കോടതികളായാലും ഗവൺമെൻറ് ആയാലും കഴിയുകയല്ല. കാരണം ഗവൺമെൻറ്റിനെ കോടതിക്ക് ചോദ്യം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകൾ വരാതിരിക്കാൻ പരമാവധി അവർ നോക്കാറുണ്ട്. അങ്ങനെ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വലിയ വീഴ്ചയുമാണ്. അപ്പോൾ ഇവിടെ ഭരണഘടനയ്ക്കെതിരാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് എപ്പോഴും പറയാറുള്ള ഇടതുപക്ഷത്തിനേറ്റ വലിയൊരു തെറ്റ് അല്ലെങ്കിൽ പിഴവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ബേക്കറി ജംഗ്ഷനിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന മുൻ മുഖ്യമന്ത്രി, അത് പ്രതിപക്ഷം ഇപ്പോഴും മുഖ്യമന്ത്രിയാണെന്ന് ധാരണ കണ്ടാൽ അങ്ങനെ തോന്നൂ കേട്ടോ. ക്ഷമിക്കണം, തിരുത്തിയതിന് നന്ദി. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും അദ്ദേഹം പറയുമ്പോൾ ആജ്ഞാനുവർത്തികളായ ആൾക്കാരുടെ വരവുമൊക്കെ ആ രീതിയിലാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് താനെന്ന് അദ്ദേഹത്തിന് ഒരു വിചാരമുണ്ടോ എന്നെ പോലെ എന്നെനിക്കറിയില്ല, എനിക്ക് പറ്റിയതുപോലെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആഹ്വാനവും ആസൂത്രണവും ഒക്കെ EDക്ക് നേരെ നടന്ന ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ED അതീവ രഹസ്യമായിട്ട് കേരളത്തിൽ വന്നു. അധിക രഹസ്യമായിട്ട് അന്വേഷണം കഴിഞ്ഞിട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ആരെയും കൊണ്ടുപോയിട്ടില്ല. വീണ വിജയനെയും കൊണ്ടുപോയിട്ടില്ല, വിജയനെയും കൊണ്ടുപോയിട്ടില്ല, കമലയെയും കൊണ്ടുപോയിട്ടില്ല. അവരവരുടെ ജീവനക്കാരെയും കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിന് നേരെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പ്രകോപനമല്ല. അവരിപ്പോൾ ഇറങ്ങും എന്നാരോ അവിടെ നിന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ടൈംലി ആയിട്ട് അവിടെ തടിച്ചുകൂടി ഈ വണ്ടിയെ തടഞ്ഞത്. അതിനകത്ത് ഒരു പക്ഷേ വീണ വിജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ എന്തായിരുന്നു സ്ഥിതി? അതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അധികാരമുള്ള ഏജൻസിയാണ് ഈ ED എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നാടിനെ ദ്രോഹിക്കുക എന്നാണ് അർത്ഥം. ആ രാജ്യദ്രോഹത്തിനെതിരെയുള്ള അന്വേഷണമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രാജ്യദ്രോഹത്തിനെ ഇവർ നേരിട്ടത് എന്തുകൊണ്ടാണ്? സായുധമായിട്ടുള്ള ഒരു ആക്രമണം കൊണ്ട്. ഈ സായുധമായിട്ടുള്ള ഈ ആക്രമണത്തിൽ ആയുധം എന്തുമായിക്കോട്ടെ, ആയുധം കൊണ്ടുള്ള ആക്രമണം തന്നെയാണ് സായുധാക്രമണം എന്ന് പറയുന്നത്. ഈ ആക്രമണത്തിൽ അതിനകത്തിരുന്നൊരു സ്ത്രീക്ക് പരിക്കേറ്റു, അവർക്ക് വല്ലാത്ത ട്രോമയുണ്ടായി. എന്താ കാര്യം? അവരുടെ വീട്ടിലെ പണിക്കൊന്നും വന്നതല്ലവരെ. കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ പോവുകയായിരുന്നില്ല, ഡ്രസ്സ് വാങ്ങിക്കാൻ വസ്ത്രാലയത്തിൽ പോവുകയായിരുന്നില്ല, ആഭരണശാലയിൽ പോവുകയായിരുന്നില്ല. അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഭീതിയോ പ്രീതിയോ കൂടാതെ നിർവഹിക്കുക. അപ്പോഴാണ് ഈ ആക്രമണം വന്നത്. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നമ്മുടെ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയാകുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള രാഷ്ട്രത്തോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയും കുറ്റവുമാകുന്നു. ഭരണഘടനയോടുള്ള ഒരാക്രമണമാകുന്നു. അവിടെയാണ് പ്രശ്നം. ഭരണഘടനയെ കേന്ദ്ര ഗവൺമെൻറ് വിലവയ്ക്കുന്നില്ല, അത് അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, ആ പറയുന്ന ആളുകൾ അത് പാലിക്കാനും ബാധ്യസ്ഥരാണ്. എത്ര പേരാണ് ഇതിന് ചുറ്റും കൂടിയത്? ഒരു 300ഓളം പേർ സെലക്റ്റഡാണ്. ബാക്കിയുള്ളവരൊക്കെ പിണറായി വിജയൻ്റെ വീടിൻ്റെ വാതിക്കലും ജനാൽപ്പടിയിലും ഒക്കെ ഇങ്ങനെ കാവൽ നിൽക്കുക. എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്താണ് ഇതിൻ്റെയൊക്കെ? നിങ്ങൾ ആരെയാണ് നേരിടുന്നത്?
ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ചട്ടങ്ങൾക്കനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള EDയെ നേരിടാൻ ഒരു വലിയ ജനക്കൂട്ടത്തെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണമെന്ന് പാളയം ഏരിയ കമ്മിറ്റി ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ 2 പേര് മതി, ഈ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാക്കണ്ട. ആൾക്കൂട്ടം ഇവിടെ വരുന്നത് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരെ പോകുമ്പോൾ അവരുടെ വണ്ടി തടയുന്നത് അവരുടെ ഭരണഘടനാ അധിഷ്ഠിതമായിട്ടുള്ള ചുമതലയിലുള്ള കയ്യേറ്റമാണ്, കടന്നു കയറലാണ്. അത് രാജ്യവിരുദ്ധമാണ് ഒന്നാമത്തെ കാര്യം. അത് നമ്മൾ മനസ്സിലാക്കുക. അത് ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണ്. ഇത് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്? CPMൻ്റെ അറിയപ്പെടുന്ന ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ, കാപ്പ കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ. ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു. ഇവരെങ്ങനെ റഡാർ ഉപയോഗിച്ച് കണ്ടോ NIA വരുമെന്നുള്ളത്? അപ്പോൾ പാളയം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഇവിടെ വരണം, നമ്മുടെ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നു, തടയണം. വീണാ വിജയൻ ആരാ? ഈ രാജ്യത്തെ എന്തെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള പദവി വഹിക്കുന്ന ആളാണോ? എന്നെയും കൃഷ്ണേന്ദുവിനെയും പോലെ വെറും ഒരു പൗര മാത്രമാണ്. നമ്മുടെ വീട്ടിൽ അന്വേഷണം വന്ന ആൾക്കൂട്ടം ഉണ്ടാവുമോ? EDയുടെ വണ്ടി ആരെങ്കിലും തല്ലി തകർക്കുമോ? ഇതൊന്നും ചെയ്യുകയില്ല. കാരണം അതിന് നമുക്ക് ആളില്ല. അപ്പോൾ അനുയായികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് സായുധമായിട്ട്, അവിടെയാണ് ഈ പ്രശ്നം. അല്ലാതെ ഇപ്പോൾ സമരം നടത്തിയപ്പോൾ കറുത്ത കൊടി കാണിച്ചെന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. പിണറായി വിജയൻ ഈ കറുത്ത കൊടിയെ പോലും സഹിച്ചിട്ടില്ല. ഗൺമാന്മാർ 4 പേരെ വിട്ടാണ് വീരസ്യമായിട്ട് അടിച്ചത്, പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ അടിച്ചത്. ഇവിടെ ആരെങ്കിലും അടിച്ചോ? CRPF ഉണ്ടായിരുന്നു, അവരടിച്ചോ? പോലീസുകാർ അവിടെ നോക്കുകുത്തികളായിട്ട് നിന്നതേ ഉള്ളൂ, യാതൊന്നും ചെയ്തില്ല. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെന്ന് പകൽ പോലെ വ്യക്തം. അതല്ല നമ്മുടെ വിഷയം. പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു, അത് റിപ്പോർട്ട് ചെയ്തു. അതിനാണ് ഇൻ്റലിജൻസ് വിങ് എന്നും പറഞ്ഞൊരു സ്പെഷ്യൽ ബ്രാഞ്ച് വെച്ചിരിക്കുന്നത്. അത് ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് അതിന് അതിവിദഗ്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഇരിപ്പുണ്ട്, സ്റ്റേഷൻ ഓഫീസറായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ? അദ്ദേഹം ഈ പാർട്ടിയുടെ അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. അതുകൊണ്ടാണ് ഈ പുതിയ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ മ്യൂസിയത്തിലേക്ക് സ്ഥലം മാറ്റിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് അദ്ദേഹം അനങ്ങാതിരുന്നു. ഈ റവദ ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGPക്ക് യാതൊരു വിവരവും ഇല്ലാത്ത ആളാണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഗവർണറോടൊപ്പം അദ്ദേഹം നിയമസഭയിലേക്ക് കയറി അങ്ങ് പോയി. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ഒരു പിടിയില്ലാത്തതാണ് DGP. പാവം. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഒരു പിടിയില്ല. IAS IPSകാരായതുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ താഴെയുള്ള ഉദ്യോഗസ്ഥർ വേണം. ഇവർക്കൊക്കെ പരിചയം വേണം, അല്ലെങ്കിൽ അതില്ല. പുതിയ ആളായതുകൊണ്ട് ആ പരിചയക്കുറവ്. വന്നിരിക്കുന്ന ഈ സ്ഥലം മാറ്റം പെട്ടെന്ന് നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നതെല്ലാം പുതിയ ആൾക്കാർ. അപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു പിടി അവർക്കില്ല. പിന്നെ രാവിലെ തന്നെ രമേശ് ചെന്നിത്തല അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ED ഞങ്ങളെ അറിയിച്ചിട്ടില്ല. നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം വിജയകരമാവില്ല. കാരണം വിവരം പോലീസിനകത്ത് തന്നെ CPMൻ്റെ സ്ക്വാഡുണ്ട്, പച്ച വെളിച്ചമുണ്ട്. കൃത്യമായിട്ട് അവർ വിവരം കൊടുക്കും. അങ്ങനെയാണല്ലോ ശിവരാമകൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് PFകാർക്ക് പണ്ട് കറക്റ്റായിട്ടുള്ള അയാൾ എവിടെയുണ്ട് അവിടെ പോയി ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി വഴി പോലീസിൽ നിന്ന് തന്നെ കിട്ടിയത്, ഇൻ്റലിജൻസ്. അപ്പോൾ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ കറക്റ്റായിട്ട് ഭീകരവാദികൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിന് കിട്ടിയില്ല. ഗവൺമെൻറ്റിന് അതിലൊരു പരാജയമുണ്ട്. പക്ഷേ പരാജയം പോട്ടെ, ആ പരാജയമല്ല നമ്മൾ സംസാരിക്കുന്നത്. സായുധമായിട്ട് വന്നു. ഈ ഇഷ്ടിക എന്ന് പറയുന്നത് ഒരു കഴുത്ത ഏറെറിഞ്ഞു കഴിഞ്ഞാൽ തല പൊട്ടി മരിക്കുക ആൾക്കാർ. ആ തലയുടെ സ്ഥാനത്തേക്ക് തന്നെ ഏറ് വന്നത് കണ്ടാൽ അറിയാം. അതിൻ്റെ കണ്ണാടി പൊട്ടിച്ചുകൊണ്ട് ആ ചീളുകളും കൂടെ വീടി കഴിഞ്ഞാൽ മാരകമായ പരിക്കേറ്റ ആൾ മരിക്കാം. ആൾക്കൂട്ടം ഇത്രയുണ്ട്. അവർ 4 പേരാണ് ഉള്ളത്. മനസ്സിലായില്ലേ? സ്ത്രീ ഉണ്ടതിന്. അപ്പോൾ വനിതകൾക്ക് നേരെയുള്ള ആക്രമണം, ഇത് സായുധമായിട്ടുള്ള ഒരു കലാപം സൃഷ്ടിക്കാനുണ്ട്. ഇത് അവിടെ നിൽക്കുമോ? CPMകാരെ ലാത്തി ചാർജ് ചെയ്തു നോക്കുക, ആൾക്കൂട്ടം എല്ലാം കൂടെ ഇറങ്ങിയില്ലേ? അവിടെ ഒരു കലാപമാണ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പോൾ ശരിയാണ്, വിഘടനവാദത്തിനെതിരെ യാതൊരു സെഡിഷൻ അതിനെതിരെയുള്ള നിയമങ്ങൾ രാജ്യത്തില്ല. പക്ഷേ പഴയ IPC സെക്ഷൻ 124A പ്രകാരമായിരുന്നു. അതിപ്പോൾ നിലവിലില്ല, സമ്മതിച്ചു. പക്ഷേ BNSൻ്റെ ഭാരതീയ ന്യായശാസൻ എന്ന് പറയുന്ന പുതിയ നിയമത്തിൻ്റെ സെക്ഷൻ 152 പ്രകാരം സായുധ കലാപത്തിനുള്ള ആഹ്വാനം നടത്തുന്നതും അതിൽ പങ്കുചേരുന്നതും രാജ്യദ്രോഹ കുറ്റമെന്നാണ് പറയുന്നത്.
ഈ രാജ്യദ്രോഹം ചെയ്യുന്നവരെ നേരിടാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ് NIA. അതുകൊണ്ടാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്ന CBI അതുപോലെ നമ്മുടെ EP ഈ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുമ്പോൾ അവരെ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തൃണമൂൽ ഗുണ്ടകൾ അവിടെ നേരിട്ടപ്പോൾ അത് നേരിടാൻ വേണ്ടിയിട്ട് NIA അവിടെ ചെന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തൃണമൂലിനെതിരെ. അപ്പോൾ സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ പാളയത്തിൽ ഇപ്പോൾ നടന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഇവിടെ വരണം, അന്വേഷിക്കണം. അതാണ് ശരിയായ രീതി. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ധൃതിപ്പെട്ട ചർച്ചകൾ ഡൽഹിയിലിപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇതാരെയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ നിരാകരിക്കാനോ അല്ലെങ്കിൽ അവരെ മോശമാക്കാനോ അല്ല. പക്ഷേ നിയമമനുസരിച്ച് ഭരണഘടനാപരമായിട്ട് അവരതിന് ബാധ്യസ്ഥരാണ്. ആർക്കെങ്കിലും ഇളവ് കൊടുത്താൽ അതാണ് കുറ്റകൃത്യം. അതുകൊണ്ട് അതുണ്ടാവാൻ സാധ്യതയില്ല. ഇത് വരും എന്നു മാത്രമല്ല, കേരളം ഇപ്പോൾ NIAയുടെ സ്കാനറിലാണ്. കാര്യം എന്താണെന്നറിയാം? അവരെ ഞെട്ടിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിൽ 19 സ്ഥലങ്ങളിൽ ഒരേ സമയം തന്നെ ഒരു റെയ്ഡ് നടക്കുകയുണ്ടായി. ആ റെയ്ഡ് ഇതുപോലൊന്നുമല്ല. കേരളം മാത്രമല്ല, തമിഴ്നാട് സംസ്ഥാനവും ഉണ്ടായിരുന്നു, കർണാടക സംസ്ഥാനവും ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ പോലെ ഭീകര സ്ഫോടന വസ്തുക്കൾ മറ്റെങ്ങൊന്നും ലഭിച്ചില്ല. കേരളത്തിൽ നിന്ന് 19 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ രഹസ്യരേഖകൾ, അതുപോലെ ജലാറ്റിൻ സ്റ്റിക്ക്, ഉഗ്രസ്ഫോടന വസ്തുവാണ് ഈ ജലാറ്റിൻ സ്റ്റിക്ക്. ഇന്ത്യയിലെ പല കേന്ദ്രങ്ങളും ഭീകരർ സ്ഫോടനം നടത്തി നിരപരാധികളെ കൊന്നിട്ടുള്ളത് ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ 6 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. അത് ചെമ്മാട് തലപ്പാറ റോഡ്, അത് മലപ്പുറത്താണ്. ആ റോഡിലാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. അവിടെ ഫർഹ ഹോളോബ്രിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇത് വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കാനർ ഇങ്ങോട്ട് കേരളത്തിലേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ് NIA. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ എത്രയാണെന്നറിയാമോ ജലാറ്റിൻ സ്റ്റിക്ക്? 1 2 അല്ല, 89,600 ജലാറ്റിൻ സ്റ്റിക്കുകളാണ് NIA പിടിച്ചെടുത്തത്. ഇത് ഏതെങ്കിലും പാറ പൊട്ടിക്കാനുള്ളതായിരുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം തൊട്ടടുത്തുള്ള ഹോളോബ്രിക്സ് കടയാണ്, ക്വാറിയല്ല. അപ്പോൾ ഇത് ദുരുദ്ദേശത്തോടു കൂടി കേരളത്തിൽ ആസൂത്രിതമായി സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശ് പോലീസ് ആണെന്ന് തോന്നുന്നു പിടിച്ചിരിക്കുന്നത് 8 ഭീകരന്മാർ. ISൻ്റെ അതായത് പാകിസ്ഥാൻ ഇൻ്റർസ്റ്റേറ്റ് ഇൻ്റലിജൻസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 8 പേരെ കഴിഞ്ഞ ദിവസം NIA കസ്റ്റഡിയിലെടുത്തതേ ഉള്ളൂ. കേരളം ഈ ഭീകരവാദികൾക്ക് ഏറ്റവും അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയിരിക്കുമ്പോഴാണ് ഇവിടെ ഈ സായുധ കലാപം നടക്കുന്നത്. ഈ സായുധ കലാപത്തിൽ പങ്കെടുത്തവരിൽ ചിലർ, എല്ലാവരും അല്ല, പണ്ടത്തെ PFൻ്റെ ഭാഗമാവാം. കാരണം PFനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്രധാനമായിട്ടും ചേക്കേറിയ ഒരു പാർട്ടി CPM ആണ്. CPM ചിലർക്കതറിയാം, പലർക്കും അതറിയില്ല. എല്ലാവരെയും ഇപ്പോൾ അറിയാൻ പറ്റും, ഓരോ പാർട്ടിയിലെ മെമ്പർമാരെ. അങ്ങനെ കടന്നു കയറിയിട്ടുള്ളവർ എപ്പോഴും CPMൻ്റെ മറവിൽ ആ കെയർ ഓഫ് ഉപയോഗിച്ചു രാജ്യദ്രോഹ പ്രവർത്തനം നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ, അതും മുഖ്യമന്ത്രിയുമായിട്ടോ പാർട്ടി നേതാക്കളുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, എന്ന് പറഞ്ഞാൽ പാർട്ടിപരമായിട്ടൊരു ബന്ധവുമില്ല, ഒരു വ്യക്തിയുടെ ഇല്ല. എന്നിട്ടും അവരുടെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഇടപാടുകൾ വരുന്ന AKG സെൻറ്ററിൻ്റെ പേരിലാണ്. അവിടെ പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹം ഒരു അഴിമതി നടക്കുന്നുണ്ട്, ഒരു സ്വജനപക്ഷപാതം നടത്തുന്നുണ്ട്. AKG സെൻറ്റർ എന്ന് പറയുന്നത് പാർട്ടിയുടെ തൊഴിലാളി വർഗം അവരുടെ പണം കൊണ്ട് ഉണ്ടാക്കിയ മന്ദിരമാണ്. അവിടെ എന്താ വീണ വിജയന് കാര്യം? എക്സാലോജിക് എന്ന് പറയുന്ന തട്ടിപ്പ് കമ്പനിയുടെ അഡ്രസ്സ് ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തൊരു അഴിമതിയാണത്? പാർട്ടിക്കാരത് ചോദ്യം ചെയ്യേണ്ടതിന് പകരം ഇതിൻ്റെ എല്ലാം കള്ളങ്ങൾ അന്വേഷിക്കാൻ വന്ന EDക്ക് നേരെ എന്ന് പറയുമ്പോൾ വീണ വിജയനിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നിക്ഷിപ്തമായിട്ടുണ്ട്. വിദേശ പണമിടപാടുകൾ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഷോൺ ജോർജ് അതിന് പ്രത്യേക ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, EDക്ക് ഒരു അറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സംശയകരമായ ഒരു സാഹചര്യത്തിൽ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ
നടത്തുന്നു എന്ന് സംശയിക്കുന്ന ഒരു പ്രതിക്കെതിരെ ചോദ്യം ചെയ്യൽ വന്നപ്പോഴത്തേക്ക് ഇത് ചെയ്യുകയും നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് അതിനോട് മുഖ്യമന്ത്രി അതിനെ അനുകൂലിച്ച് പറയുകയും ഇതാണ് CPM-ൻ്റെ കരുത്ത് എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഒരു സായുധ കലാപത്തിനുള്ള ആഹ്വാനമായിട്ട് വരുന്നു. അപ്പോൾ ഇതിനെ ആസൂത്രണം ചെയ്തവരെ കൂടി സ്കാനറിലാക്കാനും അവരെ പിടികൂടാനും ED-ക്കോ കേരള പോലീസിനോ കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞു എന്ന് വരില്ല. ഇത് CBIക്ക് വിടാൻ എന്തായാലും കോൺഗ്രസ് ഗവൺമെൻറ് തയ്യാറാവുകയില്ല. കാരണം CPM-നോട് അവർക്ക് അത്ര വലിയ കടപ്പാടുണ്ട് എന്ന് നമുക്കറിയാം, അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് NIA-ക്ക് വരാം. NIA ED സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് ഒരു പെർമിഷനും ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, ആരെ അറിയിക്കാതെ വരാം. അതുതന്നെയാണ് അവർ ഈ പ്രാവശ്യം ചെയ്തത്. പിന്നെ തന്നെയല്ല, അവർക്ക് നേരെ ഈ പകപോക്കൽ നടത്തിയത് അവർ നിസാരമായിട്ട് കാണാൻ ഇടയില്ല. വർദ്ധിത വീര്യത്തോടുകൂടി അവർ തിരിച്ചു വരും. കാരണം പേടിച്ചു പോയി കഴിഞ്ഞാൽ ഈ രാജ്യമാണ് അരക്ഷിതമായിട്ട് തീരുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ദേശഭക്തിയുള്ള ഒരു ഗവൺമെൻറ്, ദേശസ്നേഹമുള്ള ഒരു ഗവൺമെൻറ് സ്വീകരിക്കാനിടയുള്ള നടപടി ഇത് കുരുന്നിലെ നുള്ളിക്കളയണം എന്നുള്ളതാണ് തീർച്ചയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ദേശഭക്തിയൊക്കെ കാപഢ്യമായി പോകും. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു നടപടി എടുത്തെങ്കിൽ മാത്രമേ they can walk their talk.